ഏയ്, എന്തായിരുന്നു മിണ്ടാത്ത്? അല്ല, ആരുടെ ബുദ്ധിയായിരുന്നു ഇത്? അപ്പുക്കളിയുടേതോ അതോ മാളൂസിൻ്റെയോ? ബുദ്ധി ആരുടേതാണെങ്കിലും ഭയങ്കര മണ്ടത്തറായി പോയി കേട്ടോ. കോളേജിൽ ഒരു ഇഷ്യൂ ഉണ്ടായി. ഒരു പ്രകോപനം ഇല്ലാതെ നിങ്ങളൊരു പ്രശ്നത്തിനും പോവില്ല എന്ന് ഞങ്ങൾക്കറിയാലോ. പോട്ടെ, ഇനി എന്തു ഇഷ്യൂ ആണെങ്കിലും അതിനെ ചങ്കൂറ്റത്തോടെ നേരിടാൻ നോക്കാതെ രണ്ടുപേരും കൂടി നാടുവിടാൻ ശ്രമിക്കുകയാണോ വേണ്ടത്? അയ്യയ്യേ, ഷെയിം. നിങ്ങൾ ഇത്രയ്ക്കേ ഉള്ളൂ പിള്ളേരെ. പോട്ടെ, ഇനി അതൊക്കെ മനസ്സിന്ന് എടുത്ത് കളഞ്ഞിട്ട് നിങ്ങളൊന്ന് ഉഷാറായിക്കേ. അതെ, വീട്ടിൽ ചെല്ലുമ്പോ നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ മുഖം വീർപ്പിച്ചിരുന്നേക്കരുത്. എല്ലാരും കൂളായിട്ട് അങ്ങ് ഡീൽ ചെയ്തേക്കണം. ഇല്ലെങ്കിൽ സീ മുഴുവൻ ചളവളാവട്ടോ, പറഞ്ഞേക്കാം. തോന്നി ദിവസം കാണിച്ചിട്ട് പൂച്ച പോലെ നിൽക്കുന്നോടി. മുരളി, നോ. കുട്ടികളാകെ പേടിച്ചിരിക്കുക. ഇനി താനും കൂടി അവരെ പേടിയോ? അങ്ങനൊന്നും ഉണ്ടായിരുന്നെങ്കിൽ ഈ തോന്നിവാസത്തിന് പോയില്ലായിരുന്നല്ലോ. എല്ലാരും കൂടെ കൊഞ്ചിച്ചും പുന്നരിച്ചുവാ രണ്ടും ഇങ്ങനെ അഹങ്കാരികളായി പോയത്. തല്ലി വളർത്താത്തതിന്റെ കുറവ്. നിന്ന് കഥാപ്രസംഗം നടത്താതെ മുഖം അടച്ചോരോന്ന് പൊട്ടിക്കാ വേണ്ടത്. അടി ചെയ്യും ഉപകാരം അണ്ണൻ തമ്മിയും ചെയ്യുകയല്ലെന്നാ. പെൺകുട്ടികളായാലേ ഇത്രയ്ക്ക് അഹമ്മതി പാടില്ല. എരുതിയിൽ എണ്ണ ഒഴിക്കാതെ അമ്മ പോയി കിടക്കാൻ നോക്ക്. ഓ, അമ്മയെ കടത്തി ഉറക്കിയാ മതിയല്ലോ. അല്ലേലും നമ്മൾ പറയുന്നതിനൊന്നും ആർക്കും ഒരു വിലയുമില്ല. അതിന്റെയൊക്കെ നീയൊക്കെ കിടന്ന് അനുഭവിക്കുന്നത്. എന്നാലും ഞങ്ങളോട് ഇങ്ങനെ ചെയ്യാൻ തോന്നിയല്ലോ മോളെ. ഇത്തിരി നേരം കൊണ്ട് മനുഷ്യൻ ഇവിടെ നിന്ന് ഉരുകി വെളുക്കുമായിരുന്നു. നീ ഒറ്റൊരുത്തിയ മാളൂനെ കൂടെ ചീത്താക്കുന്നത്. നിന്നെ ഇന്ന് മതി. ഇനി എല്ലാരും കൂടി അവരങ്ങനെ കോർണർ ചെയ്യണ്ട. പറ്റിപ്പോയതിന്റെ ഗൗരവം അവർക്ക് ശരിക്കും മനസ്സിലായിട്ടുണ്ട്. ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് ഇവരെനിക്ക് പ്രോമിസ് ചെയ്തിട്ടുണ്ട്. അല്ലേ മക്കളെ? ശരി, രണ്ടുപേരും പോയി കിടന്നുറങ്ങിക്കോ. ഗുഡ് നൈറ്റ്. മാളു, ഉറക്കവും പഠിപ്പും ഒക്കെ ഇനി അവനവന്റെ മുറി മതി. ചെല്ല്. നമ്മളിത് വലിയ ഇഷ്യൂ ആക്കാതിരിക്കുന്ന മുരളി നല്ലത്. ഇപ്പൊ തന്നെ രണ്ടുപേരും കടുത്ത ഇമോഷണൽ സ്ട്രെസ്സിലാ. സാവധാനം നമുക്കവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം. അപ്പുവിനെ കുറച്ചും കൂടെ ഒന്ന് കൺട്രോൾ ചെയ്യണം വി പി. ഈയിടെയായിട്ട് അവൾ ഇത്തിരി ഓവർ ആവുന്നുണ്ട്. ശരിയാ, ഞങ്ങൾ അവളോട് സീരിയസ് ആയിട്ട് സംസാരിക്കാം. കുട്ടികളുടെ പ്രായം അതല്ലേ. ഇങ്ങനെ ചില തമാശകളൊക്കെ ഉണ്ടാവും. അതിനെ അതിൻ്റെതായ രീതിക്ക് അങ്ങ് വിടുക. കൂടുതൽ നിയന്ത്രിക്കാൻ ശ്രമിച്ചാ ചിലപ്പോൾ പിടി തന്നില്ലാന്ന് വരും. എന്നാ പിന്നെ നിങ്ങൾ കിടന്നോ, നാളെ കാണാം. ഗുഡ് നൈറ്റ്. ഭാഗ്യത.
ആ വി പി, ഞാൻ പുലർച്ചയ്ക്കുള്ള ബസ്സിൽ പോവും. വിളിക്കാൻ നിൽക്കില്ല. ഉം. ആ പിന്നെ നാളെ അയലറയ്ക്കടുത്ത് ഒരു ക്വാറി പിക്കറ്റിംഗ് ഉണ്ട്. അവിടുന്ന് നേരെ പട്ടാമ്പിക്ക് കുട്ടികളോടൊപ്പം ഒരു പ്രകൃതി പഠനയാത്ര. അത് കഴിഞ്ഞാൽ മലബാറിലുണ്ടാവും കുറച്ചു ദിവസം. ആ പിന്നെ മടക്കം എപ്പോഴാന്ന് പറയാൻ പറ്റില്ല. രാവിലെ ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ഹേയ് വേണ്ടടോ, ഇന്ന് കുറെ അലഞ്ഞതല്ലേ. താൻ സുഖമായിട്ട് ചെന്ന് കിടന്ന് ഉറങ്ങ്. ആ ഇവിടുത്തെ ബസ് സ്റ്റോപ്പിലേക്ക് കുറച്ച് ദൂരമല്ലേ ഉള്ളൂ, ഞാൻ നടന്നോളാം. ആ പിന്നെ ഗീതയോട് രാവിലെ ചായക്കൊന്നും നിൽക്കണ്ടെന്ന് പറഞ്ഞേക്കണം. ശരി, എന്നാ ഞാൻ കാറ് കയറ്റിട്ട്. ആ അവള് കിടന്നോ? കിടന്നൂന്ന് തോന്നുന്നു. റൂം ലോക്ക് ചെയ്തിരിക്കുക. രണ്ടുപേരും ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ല. ഇല്ലെങ്കിൽ വേണ്ട, കുറച്ചൊക്കെ പട്ടിണി കിടക്കട്ടെ, എന്നാലേ മര്യാദ പഠിക്കും. അമ്മ പറയുന്നതിലും കാര്യമുണ്ട് അശ്വതി. രണ്ടുപേരുടെയും കൂട്ടുകെട്ട് ഇത്തിരി ഓവറാവുന്നുണ്ട്. ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ലല്ലോ അത്. എന്റെ ഓർമ്മയില് രണ്ടുപേരും തനിച്ച് കിടക്കുന്നത് പോലും ഇന്ന് ആദ്യമായിട്ടായിരിക്കും. ഇനി മുതൽ അങ്ങനെ ചില റെസ്ട്രിക്ഷൻസ് ഒക്കെ വേണം. ഫ്രണ്ട്ഷിപ്പ് വേണ്ടെന്നൊന്നും പറയുന്നില്ല, പക്ഷെ എല്ലാത്തിനും കുറച്ച് ലിമിറ്റ് വേണം. ഇത് അതിനൊരു കാരണമായിട്ട് എടുത്താൽ മതി. പഴയതുപോലെ അപ്പുവിന് ഇവിടെ അധികം ഫ്രീഡം ഒന്നും കൊടുക്കണ്ട. അതിന് പറ്റുമോ നമുക്ക്? നമ്മളതിന് ശ്രമിച്ചാൽ കൂടി മാളും അതിന് സമ്മതിക്കോ? ആദ്യമൊക്കെ എല്ലാവർക്കും കുറച്ച് ബുദ്ധിമുട്ടും വിഷമവും ഒക്കെ തോന്നുമായിരിക്കും. പക്ഷെ മാളുവിന്റെ ഫ്യൂച്ചറിന് അതാ നല്ലത്. ഈ അപ്പുവിന്റെ പോക്കത്ര നല്ല രീതിയിലൊന്നുമല്ല. സ്മാർട്ട്നെസ് ഒക്കെ നല്ലതാ. പക്ഷെ ഇതൊരുമാതിരി ബിപിയും ഗീതയും കൂടി കൊഞ്ചിച്ചും പൊന്നരിച്ചും അവളെ വഷളാക്കിയിരിക്കുക. അതിനവരെ മാത്രം ബ്ലെയിം ചെയ്യുന്നത് ശരിയാണോ മുരളിയേട്ടാ? നമുക്കും അതിൽ പങ്കില്ലേ? അവള് നമ്മുടെയും കൂടെ കുട്ടിയല്ലേ? ഇന്ന് അമ്മയും വിപിയേട്ടനും ഗീതേച്ചിയും ഒരുപാട് കുറ്റപ്പെടുത്തി സംസാരിച്ചു. അതൊന്നും അവർക്കത്ര ഫീൽ ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷേ മുരളിയേട്ടൻ വിപിയേട്ടനോട് അത്രയും കടുപ്പിച്ച് പറയേണ്ടിയിരുന്നില്ല. അതിന് ഞാനൊന്നും മനസ്സിൽ വെച്ച് പറഞ്ഞതല്ലോ അശ്വതി. അപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ആരായാലും അങ്ങനെ പറഞ്ഞു പോകും. എന്നാലും അത് വേണ്ടിയിരുന്നില്ല. പുറമേ പ്രകടിപ്പിച്ചില്ലെങ്കിലും രണ്ടുപേർക്കും അത് നന്നായി ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പു കാണിച്ചത് തെറ്റ് തന്നെയാ. പക്ഷേ മാളുവിന് അവളെ പിന്തിരിപ്പിക്കുകയോ നിരുത്സാഹപ്പെടുത്തുകയോ ചെയ്യായിരുന്നില്ലേ? അവളൊപ്പം പോയില്ലായിരുന്നെങ്കിൽ ഇത്രയും ധൈര്യം അപ്പു കാണിക്കില്ലായിരുന്നു. അങ്ങനെ നോക്കിയാ അപ്പുവിനെ പോലെ തന്നെ തെറ്റ് മാളുവിന്റെ ഭാഗത്തും ഇല്ലേ? എന്നിട്ടും എല്ലാവരും കൂടി അവളെ മാത്രം. എന്തൊക്കെയായാലും ഞാൻ ഈ പറഞ്ഞതുപോലെ വിപിയേട്ടനും ഗീതേച്ചിയും ചിന്തിക്കാതിരിക്കോ? കിടക്കുന്നില്ലേ? കുറച്ച് കഴിയട്ടെ. താൻ കിടന്നു. അപ്പുവിന്റെ കാര്യത്തില് നമ്മൾ കുറച്ചും കൂടെ സീരിയസ് ആവേണ്ടിയിരിക്കണം. അവൾക്ക് കുറച്ച് കൂടുതൽ ഫ്രീഡം അനുവദിക്കുന്നുണ്ടാ ഇങ്ങനെയൊക്കെ. ഞാൻ പറയുന്ന വല്ലതും വി പി ശ്രദ്ധിക്കുന്നുണ്ടോ? പ്ലീസ് വി പി, നമ്മുടെ വളർത്തുദോഷം കൊണ്ടാ അവളിങ്ങനെ പെരുമാറുന്നേന്നാ എല്ലാരും പറയുന്നേ. അതെങ്കിലും ഒന്ന് മനസ്സിലാക്ക്. ആരായി എല്ലാരും? അപ്പുറത്തായി ഇന്ദിരാമയോ അതോ കോളേജ് പ്രിൻസിപ്പലോ? ഗീത, നീയും മറ്റുള്ളവരെ പോലെ ഇങ്ങനെ തുടങ്ങല്ലേ. ഇത്രയ്ക്ക് വറീഡാവാൻ മാത്രം ഒന്നും സംഭവിച്ചിട്ടില്ല ഇവിടെ. ഒന്നും സംഭവിച്ചിട്ടില്ലെന്നോ? ഇതൊക്കെ ഇത്ര നിസ്സാരമായിട്ട് കാണാൻ വി പിക്ക് എങ്ങനെ കഴിയുന്നു? എനിക്കതിന് കഴിയും, വളരെ ഈസി ആയിട്ട് തന്നെ. യു നോ വൈ? നോക്കൂ ഗീത, നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഭാഗത്തുനിന്ന് മാത്രമാണ് ഈ പ്രശ്നത്തെ കാണുന്നത്.
കുട്ടികൾ അങ്ങനെ ചെയ്താൽ അത് നമുക്കുണ്ടാക്കുന്ന നാണക്കേട്, ചീത്തപ്പേര്, കുറ്റപ്പെടുത്തലുകൾ, അങ്ങനെ അത് നമ്മളെ ഏതൊക്കെ രീതിയിൽ ബാധിക്കുന്നു എന്ന് മാത്രമാണ് നമ്മുടെ ബോധറേഷൻ. എന്നാൽ എന്തുകൊണ്ട് കുട്ടികൾക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നു? എന്തുകൊണ്ട് അവർ വീട്ടിൽ വരാതെ മറ്റൊരിടത്ത് തങ്ങാൻ നിർബന്ധിതരായി? ഇതിനെക്കുറിച്ചൊന്നും ആരും ചിന്തിച്ചിട്ടുണ്ടാവില്ല ഈ നിമിഷം വരെ. താൻ പോലും. ശരിയല്ലേ? ഞാൻ ചിന്തിക്കുന്നതും സ്വയം ചോദിക്കുന്നതും അതേക്കുറിച്ച് മാത്രമാണ് ഗീത. എന്തുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾക്ക് ഇങ്ങനെ റിയാക്ട് ചെയ്യേണ്ടി വന്നത്? എന്താണ് അവരെ അതിനെ പ്രേരിപ്പിച്ച ഘടകം? ആദ്യം അതിനാണ് നമ്മൾ ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കേണ്ടത്. അതിന് കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാവും. അപ്പുവാണ് മാളുവിനെ കൂടെ വഷളാക്കുന്നതെന്നാ ആ ഇന്ദിരാമയുടെ പറച്ചില്. പണ്ടൊക്കെ നമ്മൾ കേൾക്കാതെയുള്ള കുശുശുപ്പേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ മുഖത്ത് നോക്കി വിളിച്ചു പറയാനുള്ള ധൈര്യം കാണിച്ചു തുടങ്ങിയിരിക്കുന്നു. ഒളിഞ്ഞും തെളിഞ്ഞും അവരിങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിലല്പമെങ്കിലും കാര്യമുള്ളതായി അശ്വതിക്കും മുരളിക്കും തോന്നില്ലേ? തോന്നും, ആർക്കായാലും തോന്നും. അപ്പുവിനെ നമ്മൾ കുറച്ചും കൂടെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ബി. നമ്മൾ കൊടുക്കുന്ന സ്വാതന്ത്ര്യം അപ്പു വല്ലാണ്ട് മിസ്യൂസ് ചെയ്യുന്നുണ്ടോയെന്ന് എനിക്ക് സംശയമുണ്ട്. ഇന്നത്തെ ഈ സംഭവം അതിൻ്റെ ഒരു സൂചനയാ. എനിക്ക് ശരിക്കും പേടിയാവുന്നുണ്ട് ബി. താനിങ്ങനെ പേടിക്കാതെ കൂൾ ഗീത. നാളെ ആവട്ടെ, ഞാൻ അവളോട് സംസാരിക്കാം. ബി എപ്പോഴും അവളുടെ സൈഡാണല്ലോ, അതാ അവളുടെ ധൈര്യവും. ശരി, നാളെ അവളെ മേശക്കാലി കെട്ടിയിട്ട് എൻ്റെ ലെതർ ബെൽറ്റ് കൊണ്ട് തല്ലി പുറപ്പൊളിക്കാം. എന്താ, സമാധാനാവോ എനിക്ക്? ഞാനൊന്നും പറയുന്നില്ല. പെൺകുട്ടിയാണെന്നുള്ള വിചാരം ഉണ്ടായാൽ മതി. പുന്നാരിച്ച് ഒടുക്ക സങ്കടപ്പെടാൻ ഇടയാവരുത്, പറഞ്ഞേക്കാം. അവനെന്താ നിന്നോട് പറഞ്ഞത്? അവന് എന്നോടൊരിഷ്ടം. നിനക്കവന് ഇഷ്ടമാണോ? അങ്ങനെ ചോദിച്ചാ ഒരു 50 അല്ല ഒരു 60% പയ്യൻ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഇഷ്ടമെന്ന് പറയുമ്പോൾ ഞാൻ ഓക്കെ പറഞ്ഞ സീരിയസ് ആയിട്ട് തന്നെ പ്രൊസീഡ് ചെയ്യാന്ന് പറഞ്ഞു.
മളു, ഞാനിവിടെ ബാൽക്കണിയിലുണ്ട്. വാതിലോർക്ക. പ്രതീക്ഷിച്ചില്ലല്ലേ? അപ്പു നീ മിണ്ടരുത്. നിന്റെ ഇന്നലെ പിശാചിന് പാമ്പിന്റെ ചെവിയാണ്. കിടക്കുന്നില്ലേ? വാ കിടക്ക്.